നമ്മുടെ കേരളത്തിൽ അന്തരീക്ഷ താപനില ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 1 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിച്ചേക്കാം. ഇനി അങ്ങനെ നോക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിതുപോലെ കേരളത്തിലും ഈ വർഷം 40 ഡിഗ്രി സെൽഷ്യസിന് മേൽ ചൂട് കൂടിയേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. 1-2 ജില്ലകളിലാണ് ചൂട് 40 ഡിഗ്രി കടന്നതെങ്കിൽ ഇത്തവണ കൂടുതൽ ജില്ലകളിലേക്ക് താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. തുലാവർഷം ശക്തമാകാത്തത് വരൾച്ചയ്ക്ക് കാരണമായേക്കുമെന്നുള്ളൊരു അറിയിപ്പ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടിയും വേനൽ മഴ ചെറിയൊരു ആശ്വാസം നമുക്ക് തരുന്നുണ്ട്. പലയിടത്തും മഴ പെയ്യുന്നുണ്ട്, അത് വലിയൊരു ആശ്വാസമാണ്. ഇന്നത്തെ ഒരു അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് മിതമായ ഒരു കാലാവസ്ഥയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് നോക്കാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും അതികഠിനമായ ചൂടായിരുന്നു. പക്ഷേ ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചൂടിൻ്റെ ഒരു അന്തരീക്ഷം. പിന്നെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ പൊതുവായി ഒരു മിതമായ ഒരു കാലാവസ്ഥയാണ് ഇന്നുള്ളത്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാസർഗോഡും ബാക്കി എല്ലാ ജില്ലകളും സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇനി കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ ജില്ലകളിലും ഇന്നൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മധ്യ കേരളത്തിൽ ജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു ചൂടായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം 28 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു താപനില. അതിനൊപ്പം മഴമേഘങ്ങൾ പെയ്യാതെ നിന്നതോടെ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മധ്യ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നലെ രാത്രി പുഴുക്കം അനുഭവപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ.